ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഗുപ്ത രാജാക്കന്മാരെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാമത്തെ അധ്യായം തുടങ്ങുകയും അതിൽ ശതവാഹന രാജാക്കന്മാരെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്തു. ക്ലാസ് കണ്ടവർക്കറിയാം. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗുപ്ത രാജാക്കന്മാരെ കുറിച്ചാണ്. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുപ്ത സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ചും അവരുടെ തലസ്ഥാനവും ഓരോ രാജാക്കന്മാരുടെ നേട്ടങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഗുപ്തന്മാർ സി 300 മുതൽ 600 വരെയുള്ള കാലഘട്ടം വടക്കേ ഇന്ത്യയിലെ ഗുപ്തന്മാരുടെ രാഷ്ട്രീയ ശക്തിയുടെ സാന്നിധ്യം എല്ലാ മേഖലകളിലും പ്രകടമായി കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് സി 300-നും 600-നും ഇടയിൽ ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് ആധിപത്യം ഉറപ്പിച്ച ഒരു രാഷ്ട്രീയ ശക്തിയായിരുന്നു ഗുപ്തന്മാർ എന്ന് പറയുന്നത്. കാലഘട്ടം മറന്നുപോകരുത്. സി 300-നും 600-നും ഇടയിൽ എവിടെയാണ്? ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ വടക്കൻ ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു ഗുപ്തന്മാർ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ വംശാവലി ആരംഭിക്കുന്നത് ശ്രീഗുപ്തനിൽ നിന്നാണ്. അതായത് ഗുപ്ത രാജവംശം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീഗുപ്തൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശേഷം അടുത്ത ഭരണാധികാരി പുത്രനായിട്ടുള്ള ഘടോത്കചനായിരുന്നു. അപ്പൊ ടൈം ലൈൻ ഓർക്കണം. ശ്രീഗുപ്തൻ, അതിനുശേഷം ഘടോത്കചൻ. എന്നാൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ആരംഭം ചന്ദ്രഗുപ്ത ഒന്നാമനിൽ നിന്നാണ്. ഗുപ്ത രാജവംശം സ്ഥാപിച്ചതാണ് ശ്രീഗുപ്തൻ എന്ന് പറയുന്നത്. എന്നാൽ അതൊരു സാമ്രാജ്യം എന്ന നിലയിലേക്ക് ഉയർന്നത് ആരുടെ കാലത്താണ്? ചന്ദ്രഗുപ്ത ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ശില്പി അല്ലെങ്കിൽ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മഹാരാജാതി രാജ എന്നായിരുന്നു. ഇങ്ങനെ ഓരോ രാജാക്കന്മാരും ഓരോ പേരുകൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ചന്ദ്രഗുപ്ത ഒന്നാമൻ സ്വീകരിച്ചിട്ടുള്ള പേരാണ് മഹാരാജാതി രാജ എന്ന് പറയുന്നത്. സിഇ 319-20 കാലഘട്ടത്തിലാണ് ഗുപ്ത വർഷം ആരംഭിച്ചത്. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗുപ്ത വർഷം ആരംഭിച്ച വർഷം ഏതാണെന്ന്. അപ്പൊ 319-320 ചന്ദ്രഗുപ്ത ഒന്നാമന്റെ കാലത്താണ് ഗുപ്ത വർഷം ആരംഭിക്കുന്നത്. ലിച്ചാവി രാജകുമാരിയായ കുമാരദേവിയെ വിവാഹം കഴിച്ചത് ഈ ചന്ദ്രഗുപ്ത ഒന്നാമനായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഈ ഗുപ്ത സാമ്രാജ്യം വിശാലമായിരുന്നു. കാരണം ബീഹാർ, ഉത്തർപ്രദേശ്, അങ്ങനെ വടക്കേ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും ഈ ചന്ദ്രഗുപ്ത ഒന്നാമന്റെ ഭരണത്തിന്റെ കീഴിലായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പം ഗുപ്തവർഷം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ലിച്ചാവി രാജകുമാരിയായിട്ടുള്ള കുമാരദേവിയെ വിവാഹം കഴിച്ചത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സാമ്രാജ്യം ബീഹാർ, ഉത്തർപ്രദേശ്, അങ്ങനെ വടക്കേ ഇന്ത്യയുടെ ഏകദേശം പ്രദേശങ്ങളിലും വ്യാപിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് ശ്രീഗുപ്തനെ കുറിച്ചാണ്. രണ്ടാമതായി ഘടോത്കചൻ, മൂന്നാമത്തെ ആളാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് സമുദ്രഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ മറ്റൊരു പ്രശസ്തനായ ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. സിഇ 335 മുതൽ 375 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രഗുപ്ത ഒന്നാമന്റെ മകനും പിന്തുടർച്ച അവകാശിയുമാണ് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ഇനി ഈ സമുദ്രഗുപ്തനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് അലഹാബാദ് പ്രശസ്തി, എരൺ ശിലാശാസനം, നാണയങ്ങൾ എന്നിവയിൽ നിന്നുമെല്ലാമാണ് സമുദ്രഗുപ്തനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അലഹാബാദ് പ്രശസ്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൊട്ടാരം കവിയായിട്ടുള്ള ഹരിസേനനാണ് ഈ അലഹാബാദ് ശാസനം രചിച്ചത്. എന്താണ് ശാസനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിക്കുന്ന, അല്ലെങ്കിൽ രാജാവ് ചെയ്ത കാര്യങ്ങളെ പ്രകീർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് കൊത്തിവെച്ചിട്ടുള്ള ലിഖിതങ്ങളെയാണ് ശിലാശാസനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അലഹാബാദിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സമുദ്രഗുപ്തനെ കുറിച്ചുള്ള ഒരു ലിഖിതമാണ് അലഹാബാദ് പ്രശസ്തി, അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇത് രചിച്ചത് അദ്ദേഹത്തിന്റെ കൊട്ടാരം കവിയായിട്ടുള്ള ഹരിസേനനായിരുന്നു. ഈ കാലത്ത് വടക്കേ ഇന്ത്യ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ സമുദ്രഗുപ്തൻ തോൽപ്പിച്ചതായും ഇന്ത്യയിലെ ഒരു പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത ഒന്നാമന് ശേഷം ഭരണാധികാരിയായി വന്നിട്ടുള്ള ആളാണ് സമുദ്രഗുപ്തൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചന്ദ്രഗുപ്ത രണ്ടാമൻ
സമുദ്രഗുപ്തന്റെ പിന്തുടർച്ചാവകാശിയാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ എന്ന് പറയുന്നത്. വിശാഖദത്തന്റെ ദേവി ചന്ദ്രഗുപ്തം എന്ന് പറയുന്ന കൃതിയിൽ പരാമർശിക്കുന്നത് പോലെ സമുദ്രഗുപ്തനെ തുടർന്ന് അധികാരത്തിൽ വന്നത് രാമഗുപ്തനാണെന്ന് പറയുന്നുണ്ട്. ഈ രാമഗുപ്തൻ തന്നെയാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ എന്നൊരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. ഇനി ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലഘട്ടത്തെ ഇന്ത്യ ചരിത്രത്തിൽ കണക്കാക്കുന്നത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ടാണ്. ഇദ്ദേഹം സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരാണ് പരമഭാഗവതൻ, വിക്രമാദിത്യൻ എന്നിങ്ങനെ. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ചന്ദ്രഗുപ്ത ഒന്നാമൻ സ്വീകരിച്ച പേരായിരുന്നു മഹാരാജാതിരാജ എന്ന് പറയുന്നത്. അതുപോലെ ചന്ദ്രഗുപ്ത രണ്ടാമൻ ഭരണത്തിലിരിക്കുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന പേരായിരുന്നു പരമഭാഗവതൻ, വിക്രമാദിത്യൻ തുടങ്ങിയ പേരുകൾ. ഡൽഹിയിലെ പ്രശസ്തമായ മെഹ്റോളി ശിലാശാസനം ചന്ദ്രഗുപ്ത രണ്ടാമന്റെ പ്രശസ്തിയെ പ്രകീർത്തിക്കുന്നതാണ്. എവിടെയാണ് ഡൽഹിയിലെ മെഹ്റോളി ശിലാശാസനം എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ പ്രശസ്തി പ്രകീർത്തിക്കുന്നതാണ്. ഈ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ മകളാണ് വഗാഡക രാജകുടുംബത്തിലേക്ക് വിവാഹം കഴിക്കപ്പെട്ടു പോയിട്ടുള്ള പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭൂദാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത രണ്ടാമന് ശേഷം അടുത്ത പിന്തുടർച്ച അവകാശി കുമാരഗുപ്തനായിരുന്നു. ഇദ്ദേഹം അശ്വമേധയാഗം നടത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില നാണയങ്ങളിൽ ദേവതയായിട്ടുള്ള കാർത്തികേയന്റെ ചിഹ്നം ആലേഖനം ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവേഷൻ ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇൻവേഷൻ എന്ന് വെച്ചാൽ ആക്രമണം. അത് ഹൂണന്മാരുടെ ആക്രമണമാണ്. മധ്യ ഏഷ്യയിലെ ഒരു ഗോത്ര വിഭാഗമായിരുന്നു ഹൂണന്മാർ എന്ന് പറയുന്നത്. അവര് വളരെ ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. ഇവര് ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നത് ഈ കുമാരഗുപ്തന്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. കുമാരഗുപ്തന് ശേഷം വന്ന അടുത്ത ഭരണാധികാരിയാണ് സ്കന്ദഗുപ്തൻ എന്ന് പറയുന്നത്. സ്കന്ദഗുപ്തന്റെ കാലഘട്ടത്തിൽ ഹൂണ അധിനിവേശം നടക്കുകയും അതിനെ കൃത്യമായിട്ട് തുരത്താൻ ആർക്ക് സാധിച്ചു? സ്കന്ദഗുപ്തന് സാധിക്കുകയും ചെയ്തു. ഗിർനാർ ശാസനത്തിൽ സ്കന്ദഗുപ്തന്റെ ഗവർണറായിട്ടുള്ള പർണാർ ദത്തൻ സുദർശന തടാകത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തടാകമായിരുന്നു ഈ സുദർശന തടാകം എന്ന് പറയുന്നത്. ആ സുദർശന തടാകത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം അവിടെയുള്ള ഒരു ശാസനത്തിൽ അദ്ദേഹത്തിന്റെ ഗവർണറായിട്ടുള്ള പർണാദത്തനെ കുറിച്ചുള്ള സൂചനകളുണ്ട്. എന്നാൽ സ്കന്ദഗുപ്തനോട് കൂടിയിട്ട് ഈ ഒരു സാമ്രാജ്യം പതിയെ അധപതിക്കാനും അതിനുശേഷം വന്നിട്ടുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്നത് ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സാമ്രാജ്യത്തെ നോക്കി നടത്തുന്നതിനും രാഷ്ട്രത്തെ വിപുലമാക്കുന്നതിനും സാധിച്ചില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് പുരുഗുപ്തൻ, കുമാരഗുപ്തൻ, ബുദ്ധഗുപ്തൻ, നരസിംഹഗുപ്തൻ, വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ആളാണ് വിഷ്ണുഗുപ്തൻ. ഇവർ പിൻകാല ഗുപ്തന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതോടുകൂടിയിട്ട് ഗുപ്ത സാമ്രാജ്യം അധപതിച്ചു. അവസാനത്തെ ഭരണാധികാരി വിഷ്ണുഗുപ്തനാണ്. ഹൂണ അധിനിവേശം, യശോവർമ്മന്മാരുടെ ഉയർച്ച, വഗാഡകന്മാരുടെ ഉയർച്ച എന്നിവയായിരുന്നു ഈ സാമ്രാജ്യത്തിനെ അധപതത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഹൂണന്മാരുടെ അധിനിവേശത്തോടു കൂടിയിട്ട് അവർ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ യശോവർമ്മന്മാർ, വഗാഡകന്മാർ ഇവരെല്ലാം തന്നെ ഈ ഗുപ്ത സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താനും ഭരണാധികാരികളെ ആക്രമിക്കാനും തുടങ്ങി. അതോടുകൂടിയിട്ട് ഗുപ്ത സാമ്രാജ്യം അധപതിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സാമ്രാജ്യമായിരുന്നു. ഇവരുടെ സംഭാവനകളെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, പ്രവിശ്യ ഭരണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.